വിശുദ്ധ ലൂക്കാസ് വിശേഷം അധ്യായം 10. അക്കാലത്ത് യേശു അരുൾ ചെയ്തു, കൊറാസിൻ നിനക്ക് ദുരിതം, ബെത്സയിദ നിനക്ക് ദുരിതം. നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കുടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു. ആകയാൽ ദിനത്തിൽ ടയറിന്റെയും സീദോന്റെയും സ്ഥിതി നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കും. കഫർനാമേ, നീ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നുവെന്നോ? നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. നിങ്ങളുടെ വാക്കു കേൾക്കുന്നവൻ എൻ്റെ വാക്കു കേൾക്കുന്നു. നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു. എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ആത്മീയത ധ്യാനിക്കാം. ദൈവത്തെ പ്രതി സ്വയം ഒരു ഭിഷുവായിക്കൊണ്ട് ദൈവസ്നേഹത്തിന്റെ വാനമ്പാടിയായി മാറിയ അസീസിയിലെ ഫ്രാൻസിസിന്റെ തിരുനാൾ ദിനമാണെന്ന്. ഭൂമിയെ അത്ഭുതപ്പെടുത്തി കടന്നുപോയ ഒരു മഹാപ്രതിഭയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിത രീതികളെല്ലാം തന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിനും ലാളിത്യത്തിനും വചനത്തിനും അധിഷ്ഠിതമായിരുന്നു. ആധുനിക ലോകം ഈ വിശുദ്ധനെ വിളിക്കുന്നത് രണ്ടാം ക്രിസ്തു എന്നാണ്. കാരണം എന്തെന്നോ, ക്രിസ്തുവിൽ നിറഞ്ഞു നിന്ന എല്ലാ പുണ്യങ്ങളും നന്മകളും തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പരിശ്രമിക്കുകയും ആ കൃപയുടെ ബലങ്ങളിൽ ജീവിക്കുകയും ചെയ്തു. പ്രാർത്ഥനയുടെ പൂർണ്ണതയിൽ ക്രിസ്തുവിൻ്റെ 5 തിരുമുറിവുകൾ നെഞ്ചിലേറ്റിക്കൊണ്ട് ആ മുറിവിൽ ഭാഗവാക്കായവൻ അസീസിയിലെ ഫ്രാൻസിസ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപിടി ആത്മീയ ബലങ്ങളും കൃപകളും കണ്ടെത്താൻ സാധ്യമാകും. ദൈവത്തിനു വേണ്ടി എത്രത്തോളം നിസ്സാരനാകാൻ കഴിയുമോ അത്രമാത്രം നിസ്സാരനായവനാണ് ഫ്രാൻസിസ്. കർത്താവിന്റെ തിരുമുമ്പിൽ ലാളിത്യത്തിന്റെയും ശിശുസഹജമായ വിശുദ്ധിയുടെയും പ്രതിരൂപമായി മാറി. ലോകത്തിന് മുഴുവനും ക്രിസ്തു സാന്നിധ്യത്തിന്റെ അടയാളവും സ്നേഹവും നന്മയും കരുതലും നെഞ്ചിലേറ്റി വിശുദ്ധ പ്രേമത്തിന്റെ അടയാളമായി മാറി കണ്ടുമുട്ടുന്നവർക്കെല്ലാം ക്രിസ്തുവിനെ കൃപാപൂർവം പകർന്നു നൽകി. അസാധാരണമായ ഒരു ജീവിതമായിരുന്നു സാധാരണ ജീവിതത്തിൽ അദ്ദേഹം നയിച്ചിരുന്നത്. നമ്മളെല്ലാം ആശ്ചര്യപ്പെട്ടു പോകുന്ന ഭ്രാന്ത് എന്ന് തോന്നുന്ന ഒരു ജീവിത രീതി. ആത്മീയത യഥാർത്ഥത്തിൽ അപ്രകാരമാണ്. ക്രിസ്തുവിനെയും അവന്റെ സ്നേഹത്തിന്റെ ആഴവും തിരിച്ചറിഞ്ഞാൽ നാം ഈ ലോകത്ത് ഭ്രാന്തരെന്ന പോലെ നിഷേധിക്കപ്പെടുകയോ അപമാനിക്കപ്പെടുകയോ നിന്ദിതയാക്കപ്പെടുകയോ ഒക്കെ ചെയ്തേക്കാം. പക്ഷെ ഓർക്കുക, സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം വലുതായിരിക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ബെത്സയിദയ്ക്കും കൊറാസിനും ദുരിതം ആശംസിക്കുകയാണ്. കഫർനാമേ, നീ ഉയർന്നു നിൽക്കുന്നുവെന്നോ? നീ താഴ്ത്തപ്പെടും. ഈ ഭൂമിയിൽ നമ്മൾ അഭിമാനത്തിന്റെ കോട്ടകൾ കെട്ടി ദൈവത്തെ മറന്ന് സഹോദരങ്ങളെ മറന്ന് ജീവിക്കുമ്പോൾ അത് അധിക ബലമാകില്ല എന്ന ഓർമ്മപ്പെടുത്തലും ഇന്നത്തെ സുവിശേഷത്തിന് നൽകുന്നു. നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ക്രിസ്തു ചൈതന്യം ഉണ്ടാകണം. ക്രിസ്തുവിന്റെ കൃപയെ, മഹത്വത്തെ, ദൈവിക ശക്തിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള നമ്മുടെ ഏതൊരു പ്രവൃത്തിയും ദൈവ തിരുമുമ്പിൽ തിരസ്കരിക്കപ്പെടും. യേശു ഇന്നത്തെ സുവിശേഷത്തിൽ ഓർപ്പെടുത്തുന്നുണ്ട്, നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നവൻ എൻ്റെ വാക്കാണ് കേൾക്കുക. നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെയാണ് നിരസിക്കുന്നത്. എന്നെ നിരസിക്കുന്നവൻ പിതാവിനെ നിരസിക്കുന്നു. നമുക്ക് വചനത്തെ കൂടുതൽ ആഴമായി സ്വീകരിക്കുകയും ആ വചനം നൽകുന്ന കൃപയുടെ ബലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുകയും ചെയ്യാം. ക്രിസ്തുവിനെ നമുക്ക് കേൾക്കാം. അവനാൽ അയക്കപ്പെട്ട ഓരോ പ്രവാചക ശബ്ദത്തെയും നമുക്ക് ഉൾക്കൊള്ളാം. ഭൂമിയിൽ കൂടുതൽ നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുവാനുള്ള
ആത്മീയ ബലവും കൃപയും നമ്മൾക്കും പ്രാർത്ഥിക്കാം. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ലാളിത്യത്തിന്റെ വഴിയിലൂടെ സ്വർഗരാജ്യം സ്വന്തമാക്കിയതുപോലെ നമുക്കും അതേ കൃപയുടെ പാതയിലൂടെ സ്വർഗീയ മഹത്വത്തെ സ്വന്തമാക്കുവാൻ പരിശ്രമിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ഞാനോ